ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ഓണം 2024. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ധാരാളിത്തത്തോടെ ഒരു ഓണക്കാലം കൂടി. ലോകമെമ്പാടുമുള്ള മലയാളികൾ ജാതിമത ഭേദമന്യേ ഉണർവിന്റെയും ഉത്സാഹത്തിന്റെയും പര്യായമായ ഓണം ആഘോഷിക്കുന്നു. ഓണത്തെക്കുറിച്ച് പല കഥകളുണ്ടെങ്കിലും ആത്യന്തികമായി ഓണം ഒരു വിളവെടുപ്പുത്സവമാണ്. പ്രകൃതിയോട് നന്ദി പ്രകടിപ്പിക്കാനുള്ള ഒരു ഉത്സവമായും ഓണത്തെ വിശേഷിപ്പിക്കാറുണ്ട്. കർക്കിടക മാസത്തിനു ശേഷം മാനം തെളിയുന്ന ഈ കാലത്താണ് പ്രകൃതി സകല വിഭവങ്ങളും നൽകുന്നത്. ചക്ക, മാങ്ങ, ധാന്യങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയെല്ലാം സമൃദ്ധമായി ലഭിക്കുകയും അടിയാൻ, ജന്മി, മുതലാളി, തൊഴിലാളി എന്ന ഭേദമില്ലാതെ സമൃദ്ധമായി അവ യഥേഷ്ടം ഉപയോഗിക്കുകയും ചെയ്തിരുന്ന പണ്ടത്തെ ഓണക്കാലം. 41 നദികൾ നിറഞ്ഞൊഴുകുകയും ഓരോ കെട്ടുവള്ളങ്ങളിലും കയർ, സുഗന്ധവ്യഞ്ജനങ്ങൾ, കാർഷിക വിഭവങ്ങൾ എന്നിവ ജലപാതകളിൽ കച്ചവട സജ്ജമായി ഒഴുകുകയും ചെയ്തിരുന്ന കാലം. ഈ കാലത്താണ് സുഗന്ധവ്യഞ്ജന കച്ചവടത്തിനായി ഏറ്റവും കൂടുതൽ വിദേശ കപ്പലുകൾ നമ്മുടെ രാജ്യത്ത് എത്തിയിരുന്നത്. പൊന്നിൻ ചിങ്ങമാസം, പൊന്നോണം എന്ന പേരൊക്കെ അങ്ങനെ കിട്ടിയതാകാം. ആകെ മാറിയ സാഹചര്യത്തിലും മലയാളി തനതായ രീതിയിൽ ഓണം ആഘോഷിക്കാൻ ശ്രമിക്കാറുണ്ട്. പഠിക്കാനും തൊഴിൽ തേടിയും വിദേശങ്ങളിൽ പോയവർക്ക് തിരിച്ചുവരവിന്റെ അവസരമായും വിദേശ രാജ്യങ്ങളിൽ തങ്ങളുടെ പൈതൃകം പ്രദർശിപ്പിക്കാനുള്ള അവസരമായും ഗൃഹാതുരതയോടെ മലയാളി ഓണം ആഘോഷിക്കുന്നു. വിളവെടുപ്പിന്റെയും സമൃദ്ധിയുടെയും സമഭാവനയുടെയും ആഘോഷമായ ഓണം ഈ വർഷം മലയാളിക്ക് ഒരൽപ്പം പോലും സന്തോഷം നൽകുന്നില്ല. വയനാട് ഒരു കണ്ണീർ പുഴയായി നമ്മുടെ മുന്നിൽ അവശേഷിക്കുമ്പോൾ ആ ദുരന്തത്തിൽ ആകെ തകർന്നുപോയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർക്കുമ്പോൾ നമുക്കെങ്ങനെ ഓണം അത്യധികമായി ആഘോഷിക്കാൻ പറ്റും? കാണം വിറ്റും ഓണമുണ്ണണം എന്ന ആ പഴഞ്ചൊല്ല് എന്ത് ചെയ്തും സഹജീവികൾക്ക് നഷ്ടപ്പെട്ടതെന്തെങ്കിലുമൊക്കെ എത്തിച്ചു കൊടുക്കുക എന്ന തത്രപ്പാടിലേക്ക് മലയാളക്കരയെ കൊണ്ടെത്തിച്ചു. കള്ളക്കർക്കിടകവും പഞ്ഞക്കർക്കിടകവുമെല്ലാം നമ്മൾ കേരളീയർക്ക് ഒരു വിഷയമല്ല. കേരളക്കരയിലുടനീളം കർക്കിടക സംക്രാന്തി നാൾ പൊട്ടിയാട്ടി ശ്രീദേവിയെ വരുത്തുന്ന ഒരു ചടങ്ങുണ്ട്. കഴിഞ്ഞകാല വ്യസനങ്ങളോട് വിട പറഞ്ഞ് പുതിയ കാലത്തെ വരവേൽക്കാനുള്ള മനുഷ്യ മനസ്സിന്റെ പ്രതീകാത്മക ചടങ്ങാണിത്. കുറ്റിച്ചൂലും കലപ്പൊട്ടും ചൂട്ടുകെട്ടി ഇറങ്ങവേ വെള്ളയും ഗ്രന്ഥവും വെച്ചു ഭദ്രദീപം കൊളുത്തി ഞാൻ. ഇത് കാവ്യഭാഷ. രോഗത്തെയും മൃത്യുവിനെയും ദൂരത്തകറ്റി അമൃതാത്മികയായ ശിവോതിയെ വരിക്കുന്നു എന്ന് സങ്കല്പം. ഒരു ദുരിതത്തിനും നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ നാടിന് ശിവോതിയെ വരിക്കാൻ കഴിയുമല്ലോ എന്ന് കവികൾ ആശ്വസിച്ചിരുന്നു. എന്നാൽ അടുത്ത കാലങ്ങളിലുണ്ടായ അനുഭവം കേരളത്തിന്റെ ആ ആശ്വാസം തകർത്തിരിക്കുന്നു. 2018 പ്രളയം നമ്മൾ അതിജീവിച്ചു വന്നതേയുള്ളൂ. ഒരു രാത്രി കഴിഞ്ഞുണർന്നപ്പോൾ 2 ഗ്രാമം മുഴുവൻ ഉരുളെടുത്തു പോയതാണ് ഈ കർക്കിടകം നമുക്ക് നൽകിയ അനുഭവം. ഇത് നമ്മൾ മലയാളികൾക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. ചൂരൽമല, മുണ്ടക്കൈ എന്നീ ഗ്രാമങ്ങൾ, അവിടുത്തെ ജനങ്ങൾ, അവരുടെ സമ്പത്ത്, അവിടുത്തെ മൃഗങ്ങൾ, എന്തിനേറെ അവരുടെ സംസ്കൃതി പോലും നഷ്ടമായി. അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം മരണം കവർന്നെടുത്ത പ്രിയപ്പെട്ടവരെ ഒഴിച്ച് അവർക്ക് നേടിക്കൊടുക്കേണ്ട കടമ നമ്മൾ ഓരോരുത്തർക്കുമുണ്ട്. നമുക്ക് ഓണമോ ഓണാഘോഷങ്ങളോ ഒന്നും തന്നെ ഈ വർഷമില്ല. സർക്കാർ ആഘോഷങ്ങളെല്ലാം നിർത്തിവെച്ചു. എന്നാൽ ഓണക്കാലത്തെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഒരു കൂട്ടം കലാകാരന്മാരെയും കച്ചവടക്കാരെയും ഒഴിവാക്കാൻ പാടില്ല എന്ന ആശയവും ചേർത്ത് ഈ ഓണം വല്ല വിധേനയും കഴിച്ചു കൂട്ടുക എന്ന നയമാണ് പൊതുവെ നടപ്പാക്കിയിട്ടുള്ളത്. അത്തം 10 പൊന്നോണം എന്നതുകൊണ്ട് തന്നെ അത്തച്ചമയങ്ങൾക്ക് തൃപ്പുണിത്തറയിൽ തുടക്കം കുറിച്ചു. സമഭാവനയോടെ ഓണം കടന്നു പോകട്ടെ എന്ന് സ്പീക്കർ A.N. ഷംസീർ. നമ്മുടെ സംസ്കാരം വിളിച്ചോതുന്നതാണ് ഓണം. സമഭാവനയുടെ, സ്നേഹത്തിന്റെ, സഹിഷ്ണുതയുടെ ആഘോഷമാണ് ഓണം. നമുക്കിടയിൽ വിഭാഗീയതയില്ലാതെ, നമുക്കിടയിൽ വർഗീയതയില്ലാതെ, നമുക്കിടയിൽ ദുഃഖചിന്തയില്ലാതെ പരസ്പരം മുന്നോട്ട് പോകാനാണ് ഓണം നമ്മളെ കഴിയുന്നത്. കേരളത്തിന്റെ സാംസ്കാരിക നഗരമായ തൃശ്ശൂരിൽ ഇത്തവണയും ഭീമൻ പൂക്കളം വടക്കുംനാഥ ക്ഷേത്രത്തിലെ തെക്കേ ഗോപുര നടയിൽ ഒരുങ്ങി. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ അനുസ്മരിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് പൂക്കളം തയ്യാറാക്കിയത്. ഇത് 17ാം വർഷമാണ് തൃശ്ശൂർ സായാഹ്ന സൗഹൃദ വേദി ഭീമൻ പൂക്കളം ഒരുക്കുന്നത്. 2000 കിലോ പൂക്കളാണ് ഇതിനായി ഉപയോഗിച്ചത്. പൂക്കച്ചവടക്കാർക്കും കുമ്മാട്ടി, പുലികളി തുടങ്ങിയവ നടത്തുന്ന കലാകാരന്മാർക്കും ഓണക്കാലത്തെ അവസരം നഷ്ടപ്പെടാതിരിക്കാൻ ഇതൊക്കെ സഹായകമാകും.
ഇപ്രാവശ്യം പൂവിപണിയിൽ നാടൻ പൂക്കൾക്ക് ഏറെ പ്രാധാന്യം കൊടുത്തു കേരളത്തിലെ പൂവിപണി മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കൃഷിമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ഇത്തവണ സർക്കാർ സ്ഥാപനങ്ങളിൽ ഓണാഘോഷമില്ല, ടൂറിസം ആഘോഷങ്ങളുമില്ല. സർക്കാർ ജീവനക്കാർ അത്യുത്സാഹത്തോടെ പങ്കെടുത്തിരുന്ന ആഘോഷങ്ങൾ ഇല്ല എന്നുള്ളത് ആകെ ഒരു ശൂന്യത പടർത്തിയിട്ടുണ്ട്. എന്നാൽ വിപണികളിൽ തിരക്കിന് കുറവില്ല. ഒരുപാട് ഇളവുകളോടെ ഗൃഹോപകരണങ്ങളും വസ്ത്രവ്യാപാരവും നടക്കുന്നുണ്ട്. ഓണമില്ല ഓണത്തെക്കുറിച്ച് പറയുകയാണ് എഴുത്തുകാരനും PRD ജോയിന്റ് ഡയറക്ടറുമായ സലിൻ മാങ്കുഴി. ഈ വർഷത്തെ ഓണം യഥാർത്ഥത്തിൽ നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സ് ആഘോഷിക്കാൻ തയ്യാറല്ലാത്ത ഒരു ഓണമാണ് ഇനി വരാനിരിക്കുന്നത്. നമ്മളെല്ലാം മനസ്സാക്ഷി മരവിപ്പിച്ച ഒരു ദുരന്തത്തിന് ശേഷം നമ്മോടൊപ്പം ജീവിച്ചിരുന്ന ഒരു പറ്റം മനുഷ്യർ ഒലിച്ചുപോയി, മാഞ്ഞുപോയി. അതിനെക്കുറിച്ചുള്ള വാർത്തകൾ കണ്ടും കേട്ടും സ്തംഭിച്ചിരിക്കുന്നു. നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ എല്ലാ ആഘോഷവും നടക്കുന്നത് പുറത്തല്ല, അകത്താണ്. മനുഷ്യന്റെ മനസ്സാണ് ആഹ്ലാദത്തിന്റെ വേലിയേറ്റങ്ങളാൽ നിറഞ്ഞു തുളുമ്പുന്നത്. ഇത്തവണ പുറമേ ചിലപ്പോൾ ചിലയിടത്തെങ്കിലുമൊക്കെ ചില ആഘോഷവും വർണ്ണക്കാഴ്ചയും ഒക്കെ ഒരുക്കിയെന്നിരിക്കും. പക്ഷെ അകമേ നമുക്ക് ആഘോഷിക്കാൻ സാധിക്കില്ല. എന്നാൽ അപൂർവമായിട്ടെങ്കിലും നടക്കുന്ന ഒത്തുചേരലുകൾ, ചെറിയ ചെറിയ ആഘോഷങ്ങൾ എന്തിന് എന്നൊരു ചോദ്യം ഉയരാം. നമ്മൾ എത്രയൊക്കെ പ്രതിബന്ധങ്ങളിൽപ്പെട്ടാലും പ്രതിസന്ധികളിൽപ്പെട്ടാലും അതിജീവിക്കേണ്ടത് അനിവാര്യമാണ്. മനസ്സാഘോഷിക്കാൻ തയ്യാറല്ലെങ്കിലും ഇത്തരത്തിൽ അങ്ങും ഇങ്ങും കാണുന്ന ചെറിയ ചില ആഘോഷങ്ങൾ, ചെറിയ ചില ഒത്തുചേരലുകൾ മനസ്സിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതെല്ലാം ഒരുക്കുന്നതെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. കാരണം ഇത്തരം പ്രതിസന്ധികളെയും വലിയ ദുരന്തങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ളത് എന്നുള്ളൊരു സന്ദേശം, ജീവിതമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്നുള്ളൊരു സന്ദേശം. പ്രതിബന്ധങ്ങളിൽ തടഞ്ഞു വീഴുകയല്ല, അതിനെ അതിജീവിച്ച് മുന്നേറുകയാണ് വേണ്ടത് എന്ന് കണ്ണീരിലാണ്ടുപോയ മനുഷ്യർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കയറാൻ കഴിയട്ടെ എന്നുള്ള വലിയ ആഗ്രഹത്തിൻ്റെ ഓണക്കാഴ്ചകളാണ് നമുക്കിപ്പോൾ ഒരുക്കാനുള്ളത്. എല്ലാ കാലത്തും മനുഷ്യവർഗത്തിൻ്റെ മുമ്പിൽ വലിയ പ്രതിസന്ധികൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതിൽ തളരുകയല്ല, അതിനെ അതിജീവിച്ചുണ്ടാക്കിയതാണ് അതിജീവനത്തിൻ്റെ ഈ ജീവിതം. വയനാട് ഉരുൾപൊട്ടൽ നടന്ന പ്രദേശങ്ങളിലുള്ളവരെ വാടകയ്ക്ക് പുനരധിവസിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇനിയും വീട് വെച്ചു കൊടുക്കുക, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ, തൊഴിൽ, വിദ്യാഭ്യാസം, വേണ്ടവർക്ക് തുടർ പഠനം എന്നിങ്ങനെ കടമ്പകളേറെയാണ് വയനാട് പൂർവ്വസ്ഥിതി കൈവരിക്കാൻ. ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ് തരങ്കിണിയോട്. ഓണപരീക്ഷകൾ കഴിയുന്നോടെ വെള്ളാർമല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ചൂരൽമലയുടെ തൊടിയിൽ നിന്നും പൂക്കൾ പറിച്ച് മേപ്പാടിയിലെയും ചൂരൽമലയിലെയും പൂക്കടകളിൽ നിന്നും പൂക്കൾ ശേഖരിച്ച് പൂക്കള മത്സരം നടത്തിയും വിവിധ ഓണക്കളികളും ഓണപ്പാട്ടുകളുമായി ഓണസദ്യയും കഴിച്ചായിരുന്നു എല്ലാ വർഷവും ഓണം ആഘോഷിച്ചിരുന്നത്. നാട്ടുകാരാണെങ്കിൽ ചൂരൽമലയിലെ ക്ലബിൽ ആ നാടിന്റെ ഉത്സവമായിരുന്നു ഓണാഘോഷവും നടത്താറ്. ഓണത്തിന് ഒരാഴ്ച മുൻപേ ആ നാട്ടുകാർ അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും. ആ നാട് ഒന്നു ചേർന്ന് വിവിധ കലാപരിപാടികളും ഓണസദ്യയുമായി അവരുടെ ആഘോഷങ്ങൾ ദിവസങ്ങൾ നീണ്ടു നിൽക്കുമായിരുന്നു. തോട്ടം മേഖലയായതിനാൽ തന്നെ ഏതാഘോഷവും ആ നാടിന്റെ ഉത്സവമായാണ് അവർ കണ്ടത്. അവരുടെ നാടിന്റെ ആഘോഷങ്ങൾക്കും കൂടിച്ചേരലും എന്നും സാക്ഷ്യം വഹിച്ചതും വെള്ളാർമല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു. കണ്ണിനും മനസ്സിനും ഏറെ കുളിർമ സമ്മാനിച്ചിരുന്ന ചൂരൽമല, മുണ്ടക്കൈ, അട്ടമല, പുഞ്ചിരിമട്ടം ഉൾപ്പെടുന്ന ടൂറിസം മേഖലകൾ കാണുവാനും താമസിക്കുവാനുമായി ഏറെ സഞ്ചാരികളാണ് ഓണത്തിനോടനുബന്ധിച്ച് ഈ നാട്ടിലേക്ക് എത്തിയിരുന്നത്. മാസങ്ങൾക്ക് മുൻപേ റൂമുകൾ ബുക്ക് ചെയ്താൽ മാത്രമേ പലപ്പോഴും റിസോർട്ടുകളിൽ റൂമുകൾ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾ നിറഞ്ഞ നാട്ടുകാർ ഒത്തുചേർന്ന ഈ പ്രദേശത്തെ ഓണത്തിന് വല്ലാത്തൊരു ഭംഗിയായിരുന്നു. ജൂലൈ 30 പുലർച്ചെ അതിമനോഹരമായിരുന്ന ആ മലമുകളിൽ നിന്നും മരണം മലയിറങ്ങി വന്നതോടെ അവരുടെ എല്ലാ സന്തോഷവും ഇല്ലാതാക്കി. ആ താണ്ഡവത്തിൽ ആ നാടിനെ തന്നെ ഇല്ലാതാക്കിയാണ് ഉരുൾ ഇറങ്ങിപ്പോയത്. രാജ്യം ഇന്നോളം കാണാത്ത ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ഓണാഘോഷ പരിപാടികൾ മാറ്റിവെച്ചതോടെ വയനാട്ടിലെ ഓണത്തിന് നിറം മങ്ങി. നാട്ടിൻ പുറത്തെ ക്ലബ്ബുകളിലോ സ്കൂളുകളിലോ ഇത്തവണ ഓണാഘോഷ പരിപാടികളില്ല. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സഞ്ചാരികൾ പോലും വയനാട്ടിലേക്ക് എത്തുന്നുമില്ല. ഇതോടെ വയനാട് പൂർണ്ണമായും നിറം മങ്ങിയ കാഴ്ചയാണ്. കച്ചവട സ്ഥാപനങ്ങളിൽ ആളില്ല, റോഡുകളിലോ ചുരത്തിലോ ആളില്ല. ഇതുപോലൊരു വയനാട് മുമ്പ് ആരും കണ്ടിട്ടില്ല. ഉരുൾ നാശം വിതച്ച് കടന്നുപോയപ്പോൾ ജീവൻ മാത്രം തിരിച്ചു കിട്ടിയവരിന്ന് വിവിധ വാടക വീടുകളിൽ കഴിയുകയാണ്. ചില സന്നദ്ധ സംഘടനകൾ പ്രദേശങ്ങളിൽ ഓണസദ്യ ഒരുക്കുന്നല്ലാതെ മറ്റൊരു ഓണാഘോഷവും ഇവർക്കില്ല. അടുത്ത ഓണമെങ്കിലും ഒന്നു ചേർന്ന് പഴയതുപോലെ ഒരു ഓണം ആഘോഷിക്കുവാൻ ഇവർക്ക് കഴിയട്ടെ.
ഓണവിപണികളിൽ ഇത്തവണയും പ്രധാനം സപ്ലൈകോയുടെ ഓണം ഫെയറുകൾ തന്നെയാണ്. ഈ മാസം 14 വരെ ഓണം ഫെയർ ഉണ്ടായിരിക്കും. ഭക്ഷ്യമന്ത്രി GR അനിൽ. 13 സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത സപ്ലൈകോയുടെ എല്ലാ വിൽപ്പനശാലകളിലും ഫെയറുകളിലും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നിത്യോപയോഗ സാധനങ്ങളുടെ ഇനത്തിൽ പ്രമുഖ ബ്രാൻഡുകളുടെ 200-ലധികം ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവാണ് സപ്ലൈകോ ഓണത്തോടനുബന്ധിച്ച് നൽകുന്നത്. നെയ്, തേൻ, കറി മസാലകൾ, മറ്റ് ബ്രാൻഡഡ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, പ്രധാന ബ്രാൻഡുകളുടെ ഡിറ്റർജന്റുകൾ, ഫ്ലോർ ക്ലീനറുകൾ, ടോയ്ലറ്റീസ് തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങൾക്ക് 40% വരെ വിലക്കുറവും പ്രത്യേക ഓഫറുകളും നൽകുകയാണ്. 255 രൂപയുടെ 6 ശബരി ഉൽപ്പന്നങ്ങൾ 189 രൂപയ്ക്ക് നൽകുന്ന ശബരി സിഗ്നേച്ചർ കിറ്റും ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ നടപ്പാക്കുകയാണ്. ഓണത്തോടനുബന്ധിച്ച് 5 പുതിയ വിൽപ്പനശാലകൾ തുടങ്ങാനും സപ്ലൈകോ ഉദ്ദേശിക്കുന്നുണ്ട്. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ എക്കാലവും മാതൃകാപരമാണ്. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും അവരുടെ സജീവ സാന്നിധ്യമുണ്ട്. വയനാടിൽ പലവിധ സേവനങ്ങളുമായി അവർ ദുരന്തമുഖത്തുണ്ടായിരുന്നു. വയനാടിനു വേണ്ടി ഏറ്റവും കൂടുതൽ ധനസമാഹരണം നടത്തിയതും അവരാണ്. എല്ലാ വർഷവും ഓണത്തിന്റെ ഭാഗമായി കുടുംബശ്രീ ഓണം വിപണന മേളകൾ നടത്താറുണ്ട്. കഴിഞ്ഞ വർഷം കേരളത്തിലാകെ 1094 വിപണന മേളകളാണ് സംഘടിപ്പിച്ചത്. അതിലൂടെ കുടുംബശ്രീക്ക് റെക്കോർഡ് വിറ്റുവരവാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. അത് 23.22 കോടി രൂപയുടെ സർവകാല റെക്കോർഡായി കൊടുക്കുന്നത്. ആ റെക്കോർഡ് തകർക്കാനാണ് ഇത്തവണ കുടുംബശ്രീ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. 30 കോടിയുടെ വിറ്റുവരവ് ഈ വർഷം ഓണം വിപണന മേളകളിലൂടെ ഉണ്ടാക്കണം എന്നതാണ് ലക്ഷ്യം. കുടുംബശ്രീയുടെ ഒരു പ്രത്യേകത തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുന്ന മഹാപ്രസ്ഥാനമാണ് കുടുംബശ്രീ എന്നത്. അതുകൊണ്ട് തന്നെ ഈ ലക്ഷ്യവും കുടുംബശ്രീക്ക് കൈവരിക്കുക പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പോ വയനാടിന് കുടുംബശ്രീ നൽകിയ സഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏറ്റവും വലിയ സംഭാവന നൽകിയത് ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങളോ കോർപ്പറേറ്റ് കമ്പനികളോ അല്ല, കേരളത്തിലെ സ്ത്രീകളുടെ മഹാപ്രസ്ഥാനമായ കുടുംബശ്രീയാണ് എന്നത് അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. 20,07,00,000-ലധികം രൂപയാണ് കുടുംബശ്രീ സമാഹരിച്ച് മുഖ്യമന്ത്രിക്ക് കൈമാറി. ജനത്തിന്റെ മഹാപ്രസ്ഥാനമാണ് കുടുംബശ്രീ എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. മലയാളിക്ക് മറക്കാനോ ഒഴിവാക്കാനോ പറ്റാത്ത ഓണം ഈ സാഹചര്യത്തിൽ എങ്ങനെയാകാമെന്ന് പറയുകയാണ് പ്രൊഫസർ ജോർജ് ഓണക്കൂർ. മലയാളിയെ സംബന്ധിച്ചിടത്തോളം മതിലുകളില്ലാത്ത മനസ്സുകളുടെ ഉത്സവം എന്ന് പറയാവുന്ന തിരുവോണം നമുക്ക് വലിയ അനുഭൂതി നൽകുന്ന തിരുവോണ നാളുകൾ. പൂക്കളമിട്ട്, ഊഞ്ഞാലാടി, തുമ്പിതുള്ളി, കളികളിൽ ഏർപ്പെട്ട് നമ്മൾ വളരെ ഉത്സാഹപൂർവ്വം ഓണം ആഘോഷിച്ചു പോരുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വർഷം വരുമ്പോൾ വാസ്തവത്തിൽ ഓണാഘോഷങ്ങളുടെ തിളക്കം ഇപ്പോഴില്ല. വെളിച്ചമുണ്ട് എങ്കിലും അതിന് വർണ്ണ ശോഭകൾ ഇല്ലാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. കാരണം നമുക്കറിയാം, വലിയ ദുരന്തത്തിന്റെ ഉഷ്ണഭൂമിയിലാണ് നാം നിൽക്കുന്നത്. നമ്മുടെ സഹോദരങ്ങൾ വീടുകളില്ലാതെ വിഷമിക്കുമ്പോൾ, രോഗാവസ്ഥയിൽ അല്ലെങ്കിൽ അപകടാവസ്ഥയിൽ കഴിയുമ്പോൾ, ആശുപത്രികളിൽ കഴിയേണ്ടി വരുമ്പോൾ, നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളുകൾ ഇല്ലാതെ വരുന്ന ഈ വർത്തമാന ഘട്ടത്തിൽ, ഈ കാലത്തെ ദുരന്തത്തിന്റെ കാലാവസ്ഥയിൽ നിന്നുകൊണ്ട് ആലോചിക്കുമ്പോൾ ആഘോഷങ്ങൾക്ക് യാതൊരു അർത്ഥവും ഇല്ലാത്ത ഒരവസ്ഥ. മനുഷ്യൻ അത്ര നിസ്സാര ജീവിയാണ് എന്ന് സ്വയം തിരിച്ചറിയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. നിത്യാവശ്യങ്ങൾക്ക് നാം എങ്ങനെ ക്ലേശിക്കേണ്ടി വരുന്നുവോ അതേ അവസ്ഥയിലാണ് നമ്മുടെ സഹോദരങ്ങൾ എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവണം. വാസ്തവത്തിൽ മനുഷ്യന്റെ കണ്ണീരൊപ്പാനാവണം ഇത്തവണത്തെ ഓണത്തിന്റെ സന്ദേശമായി പറയാൻ തോന്നുന്നത്. സഹോദരങ്ങളുടെ കണ്ണീരൊപ്പുക, അവരുടെ നഷ്ടങ്ങളിൽ പരിതപിക്കുകയല്ല, ആ നഷ്ടങ്ങൾ നികത്തുന്നതിന് നമ്മുടെ ആഡംബരങ്ങൾ ചുരുക്കി, നമ്മുടെ ദുർവ്യയം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് അവരെ സഹായിക്കാൻ സാധിക്കണം. വാസ്തവത്തിൽ ദുഃഖത്തിന്റെ നിമിഷങ്ങൾ, സന്തോഷത്തിന്റെ നിമിഷങ്ങൾ നമ്മൾ ഒത്തുചേർന്ന് ആഘോഷങ്ങൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെയാണ് ദുഃഖാവസരങ്ങളിൽ നമ്മൾ ഒരുമയുടെ ശബ്ദമായി, സ്നേഹത്തിന്റെ, സാന്ത്വനത്തിന്റെ ശീതള ഛായയായി മാറേണ്ട ഒരവസ്ഥാവിശേഷം എന്ന് പറയുന്നത്. ആഘോഷമില്ല, ഓണം മനസ്സിലുണ്ട്, അതിന്റെ ഒരുമയുണ്ട്, സന്തോഷമുണ്ട്. വരും വർഷങ്ങളിലെങ്കിലും ഐശ്വര്യവും സമ്പദ് സമൃദ്ധവുമായ ഓണക്കാലം ആഗതമാകട്ടെ. നമ്മുടെ പ്രകൃതിയെയും മനുഷ്യരെയും സംസ്കൃതിയെയും നശിപ്പിക്കുന്ന ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലത VS. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.